ഇന്നലെ നമ്മൾ കേരളം കണ്ടത് 2018 ഒരു ദുരന്തം അതെങ്ങനെ മനുഷ്യനിർമ്മിതമായി എന്നുള്ളതാണ്. അതുമായി ബേസ് ചെയ്ത് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രിയായ മാത്യു ടി തോമസ്, കെ കൃഷ്ണൻകുട്ടി എന്നീ 3 പേരുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ആ പ്രതികരണം പറയുന്നത് IIT മദ്രാസ് പറഞ്ഞിട്ടുണ്ട് ഡാം മാനേജ്മെൻറ്റ് പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ ആ IIT മദ്രാസിലെ അന്ന് അതുമായി ബന്ധപ്പെട്ട് ആ പഠനം നടത്തിയത് KP സുധീർ എന്ന് പറയുന്ന ഒരാളാണ്, സുധീർ കുമാർ. അദ്ദേഹം കേരളത്തിലെ കൊയിലാണ്ടിയിലുള്ള സ്വദേശിയാണ്. ആ പഠന റിപ്പോർട്ടിന് ശേഷം അദ്ദേഹം എത്രയോ പെട്ടെന്ന് ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് കേരളത്തിൽ വലിയൊരു സ്ഥാനത്തെത്തി, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറേറ്റ്. അപ്പോൾ അതെങ്ങനെയാണ് ആ സ്ഥാനത്തെത്താൻ കാരണം? അങ്ങനെ ഇരിക്കെ CNDAG നിന്ന് ഇതിനെപ്പറ്റി സയൻസ് ആൻഡ് ടെക്നോളജി അന്വേഷിക്കണമെന്നുള്ള ഒരു ലെറ്റർ വരികയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഈ KP സുധീർ കുമാർ തന്നെ, കൊയിലാണ്ടി സ്വദേശിയായ ഇദ്ദേഹം തന്നെ, അദ്ദേഹം അന്ന് IITയുടെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം തന്നെ വീണ്ടും ഒരു റിപ്പോർട്ടുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ പഠന സംഘമായിട്ടുള്ള ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ട്, ഇത്തരം റിപ്പോർട്ടുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അതിനകത്ത് ഈ ഡാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ബാക്കിയെല്ലാം സ്പെസിഫൈ ചെയ്ത് ഏതാണ്ട് 300-350 പേജുകളുണ്ട് അതിനകത്ത്. ആ പേജുകളിലൊക്കെ നോക്കുമ്പോൾ ഒരിടത്തും ഈ ഡാം മാനേജ് ചെയ്തത് കൃത്യമായി എന്ന് IIT പറഞ്ഞ ആ റിപ്പോർട്ടിൻ്റെ ബേസിലുള്ള ഒരു സംഗതിയില്ല. പകരം ഇനി ഇതെല്ലാം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ശ്രദ്ധ ഉണ്ടായിരുന്നില്ലെന്ന അർത്ഥം. അപ്പോൾ ഈ ഒരാൾ തന്നെ 2 തരം റിപ്പോർട്ടുകളാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. ആ റിപ്പോർട്ടിലാണ് ഇന്നലെ ഇവർ ഈ പറയുന്ന ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ബഹുമാനപ്പെട്ട മുൻ മന്ത്രിമാർ 2 ഇപ്പോഴത്തെ മന്ത്രി ആയിക്കോട്ടെ, അവരെല്ലാം പറഞ്ഞത് IIT ഉണ്ടെന്നാണ്. അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നു. IIT എന്ന് പറയുമ്പോൾ ജനങ്ങൾ വിചാരിക്കും ഇതെന്തോ വലിയ സംഗതിയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. പിന്നീട് അതിനുശേഷം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ചെയ്ത ഒരു റിപ്പോർട്ടുണ്ട്. അദ്ദേഹം പിന്നീട് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി. അത് പരിശോധിച്ചാൽ മതിയാവും. അദ്ദേഹം ഇപ്പോൾ സ്ഥാനത്തില്ല. അദ്ദേഹം അത് എന്നാണ്, ഏത് കാലഘട്ടത്തിലാണ് അദ്ദേഹം വന്നത്, ആ എക്സിക്യൂട്ടീവ് ഡയറക്ടറായത് എന്നാണെന്നുള്ളത് പരിശോധിച്ചാൽ മതിയാവും. അതിനുശേഷം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായി. അതിനകത്ത് ക്ലിയറായി പറയുന്നുണ്ട് ഈ നടന്നത് ഡാം മാനേജ്മെൻറ്റ് നടത്തിയത് റൂട്ട് കനാൽ നിലനിൽക്കെ. റൂട്ട് കനാൽ ഇല്ലെന്നല്ലേ ഇവർ പറഞ്ഞത്, അല്ലേ? ഇവർ പറഞ്ഞെന്താണ്? റൂട്ട് കനാൽ ഇല്ലെന്നാണ്. ആ റൂട്ട് കനാൽ ഉണ്ടായിരുന്നു എന്നും ഇതെല്ലാം കൃത്യമായിരുന്നു, ഇതെല്ലാം സിസ്റ്റം എല്ലാം ക്ലിയർ ആയിരുന്നു എന്നുള്ളതും വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അമിക്കസ് ക്യൂറി ഒരു റിപ്പോർട്ട് നൽകുകയുണ്ടായി. ആ റിപ്പോർട്ടിൽ എന്തായിരുന്നു? അത് ക്ലിയറായി പറയുന്നുണ്ട്, ഇത് മിസ്മാനേജ്മെൻറ്റ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, എൻറ്റയർലി ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മിസ്മാനേജ്മെൻ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു റിപ്പോർട്ട് തന്നെ 3 തരത്തിലാണ്. ഒരു റിപ്പോർട്ട് IITയുടെ റിപ്പോർട്ട് മാത്രം ഡാമേജ് ഇല്ലാതെ ഗവൺമെൻറ് നൽകുകയുണ്ടായി. ബാക്കി റിപ്പോർട്ടുകളെല്ലാം ഡാമേജ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ വിഷയം. ഇത് ജനങ്ങളുടെ മുന്നിൽ, അവർക്ക് IITയുടെ മുന്നിൽ പറയേണ്ട ഒരു വസ്തുത മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് കൃത്യമാണ്. ഇന്നലെ നടത്തിയ ആ കോൺവെർസേഷൻ ഞാൻ കേട്ടതാണ്, അതിന് മുമ്പും ഞാൻ കേട്ടതാണ്. നിങ്ങൾക്ക് ചോദിക്കാം. ഇത് എന്നോട് സംസാരിച്ചതല്ല. ഈ ഡോക്യുമെൻറ്റ്സ് ഇന്ന് ഈ വിഷയം വന്നതോടൊപ്പമാണ് ഇതിനെപ്പറ്റി പഠിക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട അന്നത്തെ MLA കെ കൃഷ്ണൻകുട്ടി, അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരാളിനോട് സംസാരിക്കുന്നത് ഈ ഇടയ്ക്ക് ഞാൻ കേൾക്കുവാൻ സാധിച്ചു. അല്ലാതെ ഇത് എന്നോട് പറഞ്ഞതല്ല. പക്ഷേ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ CK എന്നാണോ അദ്ദേഹത്തിൻ്റെ കൂടെ പണ്ട് ഉണ്ടായിരുന്നു, വളരെ ഇതുണ്ടായിരുന്നു. കൃഷ്ണൻകുട്ടിയേട്ടൻ മിനിസ്റ്റർ ആവാൻ കാരണം നാണുവേട്ടൻ
കൂടെ പോയി ദേവഗൗഡയുടെ പറഞ്ഞിട്ടാണ്. അപ്പം അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം സോഷ്യലിസ്റ്റ് ചിന്താഗതിയിലുള്ളവരാണ്. അപ്പം ഞങ്ങളെല്ലാം പ്രൊവോക്ക് ചെയ്യണം. പ്രൊവോക്ക് ചെയ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇത് പ്രതികരിക്കണം. അദ്ദേഹം ആ വാക്കുകൾ അവസാനം പറയുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവരോടൊക്കെ പറയണം ഇതിനെതിരെ. അതുകൊണ്ട് ജനതാദളിലുള്ള എല്ലാവർക്കും ഈ വിഷയം അറിയാമായിരുന്നു. ഇത് മാത്യു ടി തോമസ് ചെയ്തിരുന്ന ഏറ്റവും വലിയ പാതകമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് അന്നത്തെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് കൃത്യമായ അതിനകത്തുള്ള ഒരു വോയിസ് ക്ലിപ്പ് കിട്ടാതെ നമുക്കിതുമായിട്ട് മുന്നോട്ട് വരാൻ കഴിയില്ലായിരുന്നു. IIT മദ്രാസ് എന്താണ് അവർക്ക് കൊടുത്തത് റിപ്പോർട്ട്? ഗവൺമെൻറ് കൊടുത്ത റിപ്പോർട്ട് എന്ന് പറയുന്നത് IIT മദ്രാസ് പറഞ്ഞിരിക്കുന്നത് ഡാം മാനേജ് ചെയ്തത് കറക്റ്റായിരുന്നു എന്നാണ്. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തെറ്റായിരുന്നില്ല എന്നല്ല, അങ്ങനെയല്ല, അതല്ല. അതിനകത്ത് ഇത് നമുക്ക് റിപ്പോർട്ടുകൾ എഴുതുമ്പോൾ റിപ്പോർട്ട് എഴുതുന്ന ആളുടെ മനസ്സാണ് അതിനകത്ത് പ്രതിഫലിക്കുന്നത്. അദ്ദേഹത്തിന് കൃത്യമായി CN എല്ലാം വന്നതിന് ശേഷം CN എന്താ പറഞ്ഞത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. റിപ്പോർട്ടിനകത്ത് ക്ലിയർ ആയിട്ടൊരു ക്ലീൻ ചീറ്റ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. അതാ വിഷയം. ഇല്ല, അല്ലല്ല, അവിടെയാണ് ഒരു സ്ലിപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇനി അടുത്തു വരുന്ന കാര്യങ്ങളിലേക്ക് വേണ്ടി അയാൾ വിരൽ ചൂണ്ടി. ഡാം മാനേജ് ചെയ്യുമ്പോൾ ഉള്ള വിഷയങ്ങൾ കൃത്യമായി അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ തരാം, അതിൻ്റെ പേജുകൾ ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം കൃത്യമായി റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഒരു കലാമിറ്റി ഉണ്ടായി. ആ കലാമിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നൽകുമ്പോൾ ആ കലാമിറ്റിയിലെ എന്താണ് സ്പെസിഫൈ ആയിട്ട് പറയേണ്ടത്? ഒരു മിനിറ്റ്, എന്താണ് സ്പെസിഫൈ ആയിട്ട് പറയേണ്ടത്? ഞാൻ പ്രതിഫലമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ആ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം പിന്നീട് IIT പ്രൊഫസറായിരുന്ന അദ്ദേഹം അടുത്ത ഒരു പോസ്റ്റിലേക്ക് വരുന്നത് കേരളത്തിലെ വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയായിട്ടാണ്. ആണല്ലോ. ഡിഫറൻസ് ഇല്ലാതാവണമെങ്കിൽ എന്താ വേണ്ടത്? കൃത്യമായി ഡാം മാനേജ്മെന്റ് ചെയ്തു എന്ന് ആ റിപ്പോർട്ടിൽ കൊടുക്കണ്ടേ? ചെയ്തിട്ടില്ല എന്നും കൊടുത്തിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു റിപ്പോർട്ടിനകത്ത് ഒരാൾ കൊടുക്കുന്നത് ഡാമുകളെല്ലാം മാനേജ് ചെയ്ത് കൃത്യമായിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ടാമത് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് ഈ രീതിയിലൊക്കെയാണ് ഡാം മാനേജ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്വാധീനിച്ചു എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഒരാൾ കൊടുത്ത 2 റിപ്പോർട്ടുകൾ. ഇവിടെ ഞാൻ ഇത് പറയാൻ കാരണം ഇന്നലെ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞത് IIT ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ വിദ്യുച്ഛക്തി മന്ത്രി പറഞ്ഞിട്ടുണ്ട്, മുൻ ഇറിഗേഷൻ മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. 3 പേരും പറഞ്ഞത് ഒരേ കാര്യമാണ്, IIT റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ IIT റിപ്പോർട്ട് നൽകിയ അദ്ദേഹം ഒരു സ്ഥാനത്തെത്തുകയും ആ സ്ഥാനത്ത് എത്തിയതിന് ശേഷം ഗവൺമെൻറ് കൊടുത്ത ഒരു റിപ്പോർട്ടിനകത്ത്, ഗവൺമെൻറ് നൽകിയ റിപ്പോർട്ടിനകത്ത് എന്തുകൊണ്ട് ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോയില്ല? വീഴ്ച സംഭവിച്ചായിട്ട് ഞാൻ ചോദിക്കട്ടെ, വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വീഴ്ച പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ഒരാൾ വീഴ്ച സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ അല്ല. രണ്ടാമത്തേൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങൾ ഇനി അടുത്തുള്ള കാര്യങ്ങളിലേക്ക് എന്തൊക്കെ ചെയ്യണം, ഡാം കൃത്യമായി എന്തൊക്കെ രീതിയിലൊക്കെയാണ് മാറ്റേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് രണ്ടാണ്. എന്തിനാണ് ഏൽപ്പിച്ചത്? അത് ആ റിപ്പോർട്ട് ഉണ്ടാക്കാൻ എന്തിനാണ് ഏൽപ്പിച്ചത്? ഇല്ല, ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് CNIക്ക് കൊടുക്കേണ്ടതാണ്. CNIയുടെ അവസാനത്തെ റിപ്പോർട്ട് എന്തായിരുന്നു? നിങ്ങൾക്ക് CNI ഉണ്ടല്ലോ, പരിശോധിക്കാം. അതിനകത്ത് അതാ പറയുന്നത്. അതിനകത്ത് ആ റിപ്പോർട്ടിനകത്ത് ഒരിടത്തും പറയുന്നില്ല ഡാം മാനേജ്മെന്റ് കൃത്യമായിരുന്നു എന്ന് ഒരിടവും പറയുന്നില്ല. ഒരാൾക്കൊരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാലേ അയാൾ തീരുമാനിക്കില്ലേ? അല്ലല്ല, പ്രളയവുമായി ബന്ധപ്പെട്ട ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടല്ലോ അതിനകത്ത്. ഞാനത് അയച്ചു തരാം. അതിപ്പോൾ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. ആദ്യം കൃഷ്ണൻകുട്ടി അതുമായി ബന്ധപ്പെട്ട് കേസ് നൽകട്ടെ. കേസ് നൽകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡിവോഴ്സും ആ വ്യക്തിയും മുന്നിൽ വരും. അതുവരെ വരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയം നിഷേധിച്ചെന്ന് പറഞ്ഞാൽ AE എന്നാണ് പറഞ്ഞത്. അപ്പം ആ AE ആണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണമായിരുന്നു? അതിനെതിരെ ഒരു മന്ത്രിയാണ്, മന്ത്രിക്കെതിരെയാണ് ഒരു കൃത്രിമമായ ഒരു തെളിവുണ്ടാക്കാൻ ശ്രമിച്ചുവെങ്കിൽ ഒരു നിമിഷം കാത്തിരിക്കണം അദ്ദേഹത്തിന്. ആ നിമിഷത്തിനകത്ത് അദ്ദേഹത്തിന്
ഒരു ഒരു പരാതിയോ എന്തെങ്കിലും ഒരു ലെറ്ററോ എന്തെങ്കിലും കൊടുത്താൽ മതിയല്ലോ. നിമിഷങ്ങൾക്കകത്ത് അന്വേഷണം വരില്ലേ? അദ്ദേഹം അന്വേഷണമായിട്ട് മുന്നോട്ട് പോട്ടെ. മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ വരാം. ഒരു മിനിറ്റ്, ഞാനൊരു ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ 2019 ഈ മന്ത്രിയാവുന്നതിന് തൊട്ട് മുമ്പ്. ഞാൻ ചോദിച്ചു, എൻ്റെ കൂടെ പറഞ്ഞ ഒരു മിനിറ്റ് എൻ്റെ കൂടെ പറഞ്ഞ ഒരു കാര്യത്തിന്റെ എവിഡൻസ് എനിക്ക് വേണ്ടേ? അല്ലല്ല, എൻ്റെ കൂടെ പറഞ്ഞത് എനിക്കറിയാം, എൻ്റെ അറിവാണത്. ആ അറിവാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, ഞാൻ ഇന്നലെ ആ പത്രസമ്മേളനത്തിൽ ചെന്നിരിക്കാൻ കാരണം ഇത് കെ കൃഷ്ണൻകുട്ടിയുടെ സൗണ്ടാണെന്നും ഈ വിഷയം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും എനിക്ക് തീർച്ചയായും അറിവുള്ളതുകൊണ്ടാണ്. നിയമ നടപടി എടുക്കട്ടെ. പക്ഷെ വേറെ കാര്യം, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂടെ ഫോണിലും സംസാരിച്ചിട്ടുണ്ട്, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. കൃഷ്ണൻകുട്ടിയേട്ടൻ എൻ്റെ അടുത്താ പറയുന്നത്. ഈ ഫോൺ സംഭാഷണം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പറയുന്നു, നമുക്ക് നാണുവേട്ടനായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും അറിയിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് അവസാനം നോക്കൂ, ഇപ്പോൾ കിട്ടിയത് അദ്ദേഹത്തിൻ്റെതാണ്. അല്ലല്ല, ആ ചോദ്യം നിൽക്കുന്നില്ല. നിങ്ങൾ ഇപ്പോൾ ചോദിച്ചെന്താണ്? നിങ്ങളിലുള്ള തെളിവല്ലേ ചോദിച്ചത്? നിങ്ങൾ എന്നോട് ചോദിച്ചെന്താണ്? നിങ്ങൾ ഇപ്പോൾ എന്നോട് ചോദിച്ചെന്താണ്? തെളിവുണ്ടോന്നല്ലേ? എന്നോട് ഒരാൾ പറഞ്ഞതിന് തെളിവ് ഒന്നുകിൽ റെക്കോർഡിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ വീഡിയോ ആയിരിക്കും. ഇത് രണ്ടും ഇല്ലെങ്കിൽ അതെങ്ങനെ തെളിവായി മാറും? എല്ലാവരുടെയും പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് പറയേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാള് വ്യക്തമായ തെളിവുകളല്ല എങ്കിൽ ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞൊന്നും ഇരിക്കട്ടെ, നിഷേധിച്ചാൽ അതിന് എൻ്റെ കയ്യിൽ തെളിവ് വേണ്ടേ? ഞാൻ ചോദിച്ചു, നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ പറയുന്നു ഈ അന്ന് ഇടതു മുന്നണിയിലുള്ള ഒരുപാട് നേതാക്കളുമായി നിങ്ങൾക്ക് ബന്ധമുണ്ട്. ആ നേതാക്കളുമായി ബന്ധമുണ്ട് എങ്കിൽ അന്ന് എല്ലാവരുടെയും പറഞ്ഞില്ലേ എന്നാണ് നിങ്ങൾ ചോദിച്ചത്. അതല്ലേ ചോദ്യം? എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് ചോദിച്ചത്? അല്ല, ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ചോദിച്ചല്ലോ നിങ്ങൾ. എന്തുകൊണ്ടാണ് അത് ഈ നിമിഷത്തിൽ എന്താണ് അതിൻ്റെ റെലവൻറ്റ്? ഞാൻ ചോദിക്കട്ടെ, ഒരാളുടെ ഒരു കാര്യം പറഞ്ഞു, അതിനകത്ത് കൃത്യമായ രേഖകളില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരാണ് നിങ്ങൾ പറയുക. ആരോടെ പറഞ്ഞു എന്നാണ് ചോദിച്ചത്? നിങ്ങൾ അങ്ങനെയാണ് ചോദിച്ചത്, ഇല്ലയോ? നിങ്ങൾ ഇപ്പോൾ എന്നോട് ചോദിച്ചത് ഈ വിഷയം ആരോടെയാണ് നിങ്ങൾ പറഞ്ഞു, ആ പേര് വെളിപ്പെടുത്താമെന്നാണ് നിങ്ങൾ ചോദിച്ചത്, അതല്ലേ? അങ്ങനെയല്ലേ ചോദിച്ചത്? അങ്ങനെയാണ് ചോദിച്ചെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, എൻ്റെ കയ്യിൽ കൃത്യമായി ആ പറഞ്ഞ സമയത്തുള്ള റിലവൻ്റായ കാര്യങ്ങളില്ല എങ്കിൽ ആ പേര് വെളിപ്പെടുത്തിയാൽ അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞാൽ അതല്ലേ നിങ്ങളുടെ ഭാഷ്യം? അത് വെളിപ്പെടുത്തേണ്ട സമയത്ത് വെളിപ്പെടുത്താം. അല്ല, ഞാൻ ചെയ്യട്ടെ, ഒരു കേസ് വരട്ടെ. ആദ്യം കെ കൃഷ്ണൻകുട്ടി അദ്ദേഹം പറയണ AE എന്നാണ് ഇന്നലെ പറഞ്ഞത്. AE ആണ് എങ്കിൽ അങ്ങനെ ഒരു AE ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഫോൺ സംഭാഷണം ഉണ്ടെങ്കിൽ എത്ര സമയത്തിനകത്ത് അത് AE അല്ലെന്ന് കണ്ടുപിടിക്കാൻ കഴിയും? അത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അത് എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല? ഈ നിമിഷത്തിനകത്ത് അത് കണ്ടുപിടിച്ചില്ലല്ലോ. കണ്ടുപിടിച്ചോ? AE അല്ല എന്നോ ഇത് സംഭാഷണം AE ആണ് എന്ന് കണ്ടുപിടിക്കാൻ എത്ര സമയം വേണം? ഞാൻ ചോദിക്കട്ടെ, ഇത് ഉന്നയിച്ചത് മാത്യു കുഴൽനാടനാണ്. അദ്ദേഹം ഈ സംഭാഷണം കെ കൃഷ്ണൻകുട്ടിയുടേതാണ് എന്ന് ഉറപ്പിക്കുകയാണ് എന്നെക്കൊണ്ട്. എന്നിലൂടെയാണ് അത് ഉറപ്പിച്ചത്. പിന്നീട് അദ്ദേഹം ശാസ്ത്രീയമായ അത് അദ്ദേഹം വെറുതെ അല്ല അത് പുറത്തുവിട്ടത്. അദ്ദേഹവും കൃത്യമായ വലിയൊരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം കൃത്യമായ രീതിയിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് അത് പുറത്തുവിട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഏഷ്യാനെറ്റ് ഇവിടെ ഉണ്ടോ? നിങ്ങളുടെ ഇന്നലെ PG പറഞ്ഞൊരു വാക്കുണ്ട്, പ്രഭാതിനെ അടുത്തിരുത്തിയിട്ടാണ് മാത്യു കുഴൽനാടൻ ഇത് പറയുന്നത്. അപ്പോൾ കെ കൃഷ്ണൻകുട്ടിക്ക് മനസ്സിലായിക്കോട്ടെ ഇത് എവിടെ നിന്ന് വന്നു, ഇത് എങ്ങനെയാണ് എന്ന് കെ കൃഷ്ണൻകുട്ടിക്ക് മനസ്സിലായിക്കോട്ടെ. കേരളത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ലയോ? അപ്പൊ അതെന്തോ വിഷയമുണ്ട്. അല്ല, ഞാൻ ചോദിട്ടെ, കേരളത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ വിഷയമാണ്. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇത് മനസ്സിലായിട്ടുണ്ട്. അത് ഒരൊറ്റ മിനിറ്റ്, കേരളത്തിലെ ജനങ്ങൾക്ക് ആർക്കാ മനസ്സിലാവാത്തത്? അല്ലല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു മാധ്യമ പ്രവർത്തകനും ഒരു പൊതുപ്രവർത്തകനും ഒരുപോലെയാണ്. കേരളത്തിലെ ആളുകൾക്ക് ഇതുവരെ മനസ്സിലായില്ലെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ
അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പത്രപ്രവർത്തകരാണല്ലോ, നിങ്ങൾക്ക് ജനങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമുണ്ട്. അങ്ങനെ പറയരുത്. തർക്കത്തിന്റെ ഭാഗമാണല്ലോ. തർക്കത്തിന്റെ ഭാഗമായാലും ഇത് ശരിയല്ലേ? അത് അന്വേഷിക്കട്ടെ, അതല്ലെങ്കിൽ പറയട്ടെ. ഞാൻ ചെയ്യട്ടെ, ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ കൈതൊട്ട് ഒരു MLA ആയി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണോ ഇത്? ഇങ്ങനെ പറയുന്നതാണോ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം? അദ്ദേഹം ഇത് പറയാമായിരുന്നോ? നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ഒന്നും കൂടെ വിശദമായിട്ട് പറയാം. മാത്യു ടി തോമസും മന്ത്രിസ്ഥാനത്തിൽ വേണ്ടി മാറാൻ വേണ്ടി മാത്രമാണോ കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അങ്ങനെയല്ലേ അതിന്റെ ഭാഷ അതാണ്. അല്ലല്ല, സാഹചര്യം അതാണ്. സാഹചര്യം എന്ന് പറഞ്ഞാൽ കെ കൃഷ്ണൻകുട്ടി MLA ആയാൽ മാത്യു ടി തോമസിനെതിരെ എന്തും പറയാമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെ തന്നെ സാഹചര്യമാണ്. പൊതുസമൂഹത്തിന് ഇതെല്ലാം കൃത്യമായി പൊതുസമൂഹത്തിന്റെ അകത്ത് കാലാകാലങ്ങളായി ഇത് ഒരു മനുഷ്യ നിർമ്മിതമാണെന്ന് എല്ലായിടത്തും സ്റ്റിക്ക് ചെയ്തിരുന്ന കാര്യമാണ്. പക്ഷെ അതിന് ഇന്നലത്തെ ആ പത്രസമ്മേളനത്തിൽ കൂടി കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടായി. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, ഞാൻ കേട്ടേ ഉള്ളൂ. ചിരിക്കണ്ട, ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ കയ്യിൽ കിട്ടുന്നതും ഞാൻ കേൾക്കുന്നതും രണ്ടും രണ്ടാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, ആ സമയത്ത് അദ്ദേഹം കേസ് കൊടുക്കട്ടെ. കെ കൃഷ്ണൻ സാക്ഷ്യപ്പെടുത്തുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സൗണ്ടാണെന്ന് എനിക്ക് കൃത്യമായി അറിയാം. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഒരു ഏറ്റവും കൂടുതൽ ആത്മബന്ധം എത്രയോ വർഷം കൂടെ നിൽക്കുന്ന ആളുടെ ഫോണിൽ അദ്ദേഹത്തിന്റെ ഫുൾ സ്റ്റോപ്പും AI നിർമ്മിക്കാത്ത കാര്യങ്ങളെല്ലാം നിർമ്മിക്കുന്ന രീതിയിലുള്ളതാണ് എന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ അദ്ദേഹത്തിന്റെ ശൈലി ഏറ്റവും കൂടുതൽ അറിയാമെന്നുള്ളതും ദിവസം രാവിലെയും വൈകുന്നേരം എന്നെ ഫോൺ ചെയ്യുന്ന ഒരാളിനെ ആ സൗണ്ട് കേൾക്കാൻ എനിക്ക് ഒരു നിമിഷം മതി. നിങ്ങളെ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അപ്പുറത്തെ സ്ഥലത്ത് ഈ സുഹൃത്താണെന്ന് പറഞ്ഞിട്ടാണ് ആരാന്ന് അങ്ങോട്ട് ചോദിക്കുന്നത്? കൃത്യമായ അറിവുകളുണ്ടായിട്ടില്ലേ? ആ അറിവ് എനിക്കുണ്ട്. കൃഷ്ണൻകുട്ടിയായിട്ടിന്റെ സൗണ്ട് കൃത്യമായി അറിയാന്നുള്ള ആളാണ് ഞാൻ. എന്താ എപ്പിസോഡ്? ഇവിടെ എപ്പിസോഡ് ഇല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ്. ഒരു പത്രത്തിൽ ഒരു പരാതി കൊടുത്ത് DGP കൊടുത്തു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം അറിയാൻ പറ്റുമല്ലോ. ആദ്യം ഒരു കാര്യം ചെയ്തിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നു, ഇത് സത്യസന്ധമല്ല എങ്കിൽ ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് കൃഷ്ണൻകുട്ടിയേട്ടൻ ഇന്ന് ഒരു പരാതി നൽകണം. ഇന്നൊരു പരാതി നൽകട്ടെ. നൽകുമ്പോൾ അത് മനസ്സിലാവും. അല്ല, പരാതി നൽകിയാൽ നടപടി വരുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഇന്ന് ഞാൻ ചോദിട്ടെ, ഇത് നമ്മളുടെ ഈ രാജ്യം ഏത് രീതിയിലാണ് വികസിച്ചിരിക്കുന്നത്? ഒരു നിമിഷം മതിയല്ലോ AI ആണെന്ന്. എത്ര സമയം വേണം കണ്ടെത്താൻ? നിങ്ങൾ പത്രക്കാർ പറയട്ടെ, എത്ര സമയം വേണം? 1 മണിക്കൂർ. ഒരു സൗണ്ട് നമുക്ക് ലഭിച്ചത് AI അല്ല എന്ന് കണ്ടുപിടിക്കാൻ എത്ര സമയം വേണം? എൻ്റെ ചോദ്യം. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, അത്രയും സമയം വേണോ വേണ്ടതെന്നല്ല ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? അല്ലല്ല, നിങ്ങൾ പൊതുസമൂഹത്തിനെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഒറ്റ മിനിറ്റ്. ഒരു മന്ത്രിക്കെതിരെയാണ് ഒരു പെട്ടെന്നുള്ള രീതിയിലുള്ള ഒരു അറ്റാക്ക് ഉണ്ടാവുന്നത്. അദ്ദേഹം ഒരു നിമിഷം മതി ഒരു ലെറ്റർ എടുത്ത് കൊടുക്കുക, ഇത് ആധികാരികത ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിമിഷങ്ങൾക്കകത്ത് ഫോറൻസിക്കിൽ വരും. 10 മിനിറ്റിനകത്ത് അറിയാൻ പറ്റും AI ആണോന്ന്. എന്താ കണ്ടുപിടിക്കാത്ത? വെല്ലുവിളിക്കുന്നു. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണ്? നാളെ ഒരു ദിവസം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം നമ്മുടെ മുന്നിൽ വരുന്നു എങ്കിൽ അവർ സമൂഹത്തിനോട് എന്ത് ചെയ്തു എന്ന് എന്നെപ്പോലെ 1984 സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ തുടങ്ങിയതാണ്. ഞങ്ങളുടെ മനസ്സിനകത്തൊക്കെ കുറേ സോഷ്യലിസ്റ്റൊക്കെ ഇപ്പോഴും ഉണ്ട്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ജയിച്ചു വരുന്നു എങ്കിൽ അദ്ദേഹം എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയേണ്ടത്? ഇല്ലല്ല, അന്ന് ഈ ഒരു കാര്യം, ഇത് ലഭിച്ചതിന് ശേഷമല്ലേ നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റുള്ളൂ. ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് മുന്നിൽ വരാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മുന്നിൽ വരാൻ പറ്റുമോ? കൃത്യമായ ഒരു രേഖ
കൃത്യമായ രേഖ കയ്യിലുണ്ടെങ്കിൽ മാത്രമല്ലേ മുന്നിൽ വരാൻ പറ്റൂ. ആ രേഖ ഉണ്ടായാൽ തന്നെ ഇപ്പോൾ എയുടെ കാലഘട്ടമാണ്, അത് പരിശോധിക്കണം. പരിശോധിച്ചതിന് ശേഷമേ വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ എ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ എ ആണോ ഇല്ലയോ നോക്കാൻ പറ്റും. പരാതി ഉണ്ടാവുമല്ലോ. അല്ല, ഇനി ഉണ്ടാവുമല്ലോ, പരാതി ഉണ്ടാവും, ഇതിൽ അന്വേഷണം ഉണ്ടാവും. ആരെടുത്താ പരാതി പറയേണ്ടത്? ഐ ഐ ടി കൃത്യമായി ക്ലീൻ ചീറ്റ് കൊടുത്തുന്ന മുഖ്യമന്ത്രിയുടെ അടുത്താ പരാതി കൊടുക്കേണ്ടത്? ഐ ഐ ടി ഇതൊന്നുമല്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ പരാതി കൊടുക്കേണ്ടത് ആണോ? അതെ അതെ ആണ്. ഡാം മാനേജ്മെന്റ് ചെയ്തതെല്ലാം കറക്റ്റ് അല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ചെയ്തില്ല? ആരാ ചെയ്യേണ്ടത്? അല്ലല്ല, ഞാൻ ചോദിച്ചു ജുഡീഷ്യൽ അന്വേഷണം. ഒരു അമിക്കസ് ക്യൂറി ഒരു ഗവൺമെന്റ് ഒരു ഹൈക്കോടതി എന്ന് പറയാം, ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ എ ആണെന്ന് നിങ്ങൾ പറയുമോ? ഇനി അത് പറയുമോ? ഞാൻ ചോദിട്ടെ, അല്ലല്ല, ഈ ഇത്രയും റിപ്പോർട്ടുകളെല്ലാം വന്നത് എ വെച്ച് ചെയ്താണെന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ? എങ്കിൽ എ എന്ന് പറഞ്ഞ ആളുടെ ചോദിക്കണം, ഈ റിപ്പോർട്ടുകളെല്ലാം എ ആണോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ ചോദിട്ടെ, ഈ കൗൺസിൽ ഇതിനകത്തെ ഹൈക്കോടതിയിലെ ഇതുമായി ഡിഫെൻഡ് ചെയ്ത് ഈ പ്രോസസ്സൊക്കെ മുന്നോട്ട് ഒരു റിപ്പോർട്ട് നമ്മൾ ഹൈക്കോടതിയിൽ വരുന്നു. ആരാണ് സ്റ്റേറ്റിന് വേണ്ടി പറയേണ്ടത്? ആരാണ് പറയേണ്ടത്? ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാരാണല്ലോ പറയേണ്ടത്. ഇങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ആ റിപ്പോർട്ടിന്മേൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം പറയേണ്ടത് ആരായിരുന്നു? അവരത് പറഞ്ഞോ? അല്ല, സർക്കാർ എന്ന് പറഞ്ഞാൽ ഐ ഐ ടിയുടെ ഇതും കൂടെ വച്ചിട്ടാണ് അവർ അന്നത് സപ്പോർട്ട് ചെയ്തത്. സപ്പോർട്ടിങ് ഡോക്യുമെന്റ് ആയിട്ട് അതും കൊടുത്തിരുന്നു. അമിക്കസ് ക്യൂറി എന്ന് പറയുന്നത് വൺ ഓഫ് ദ കൊടുത്ത റിപ്പോർട്ടുകളിൽ ഒന്ന് മാത്രമായിരുന്നു. ഞാൻ 1984 മുതൽ ജനതാദളായിരുന്നു. വിദ്യാർത്ഥി ജനത, യുവജനത, ജനതാദൾ, നാഷണൽ കൗൺസിൽ അംഗം, സംസ്ഥാന, ഇത് കുറേ പദവി ഉണ്ടായിരുന്നു. അവസാനം ജനതാദളിൽ നിന്ന് പുറത്തു വരാൻ കാരണം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ദേവഗൗഡ BJP ഒരു സഖ്യത്തിൽ വന്നു. ആ സഖ്യത്തിനെതിരെ CK നാണു അടക്കം ഇന്ത്യയിലെ മുഴുവൻ സോഷ്യലിസ്റ്റുകൾ ദേവഗൗഡയുടെ ആ ഒരു നടപടിക്ക് എതിരെ വന്നപ്പോൾ ഞങ്ങളടക്കം അതിൽ നിന്ന് വിട്ടുനിന്ന് CK നാണുവിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് വെച്ചാണ് ഞങ്ങൾ കമ്മിറ്റി വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ വെച്ച് അതിൻ്റെ പ്ലീനറി സെക്ഷനും വിളിച്ച് അതിലിട്ട് പോയി. പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയണം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കേരളത്തിൽ ജനതാദളെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ജനതാദൾ മത്സരിച്ച ചിഹ്നം ഏതായിരുന്നു? കറ്റയേന്തിയ കർഷകശ്രീ ആണല്ലോ. ഇപ്പോഴാണ് മറ്റൊരു പാർട്ടി ആയത്. കറ്റയേന്തിയ കർഷകശ്രീ ഏത് പാർട്ടിയുടെ ഏത് ചിഹ്നമാണ്? അവർ ഏത് മുന്നണിയിലാണ്? അപ്പോൾ NDA മുന്നണിയിലുള്ള ദേവഗൗഡയുടെ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്ന കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി കേന്ദ്രത്തിലും, കേരളത്തിൽ അതേ പാർട്ടിയുടെ വിദ്യുച്ഛക്തി മന്ത്രിയായ K കൃഷ്ണൻകുട്ടി പിണറായി വിജയൻ്റെ കൂടെ. അപ്പം ഒരു BJPയുടെ ഭാഗമായ ഒരു പാർട്ടി രണ്ട് ഭാഗത്ത് രണ്ട് രീതിയിലാണ്. ആ, 2 വർഷം. ഞാൻ അന്ന് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു. പിന്നെ നാണുട്ടൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. ഇല്ല. ഞാൻ ചോദിച്ചത് 2019 ഒരു മന്ത്രി, ഈ ജലവിഭവ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി, താങ്കൾ ഹിയർസയല്ല, താങ്കളോട് പറയാണ് ഇങ്ങനെ ഒരു അട്ടിമറി ഇവിടെ നടന്നിട്ടുണ്ട് ഇന്ന കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ട് താങ്കൾ 5 കൊല്ലത്തോളം ആ പാർട്ടിയിൽ തന്നെ നിന്നു എന്നുള്ളത്.
അല്ല, നിങ്ങൾ അവസാനം ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്ന് പറഞ്ഞാൽ, അവസാനം നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഏത് പദവിയിലായിരുന്നു എന്ന് ചോദിച്ചു. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ആ പാർട്ടിയിലെ മെമ്പർഷിപ്പ് തെരഞ്ഞെടുപ്പിൽ എനിക്ക് മെമ്പർഷിപ്പിൽ പോലും നൽകാതെ ഈ മാത്യു ടി തോമസിനെതിരെ ഈ വിഷയം പാർട്ടിയിൽ ഉന്നയിച്ചുകൊണ്ട് മാത്രം എന്നെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ ആളാണ്. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച കാര്യം നന്നായി. ഇത്രയും നാൾ നിങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിച്ചത് നന്നായി. ഞാൻ പാർട്ടിക്കാരനല്ല എന്ന് ആരെങ്കിലും പറയട്ടെ. ഈ വിഷയം ഞാൻ ഉന്നയിച്ചിരുന്നു. പിന്നീട് കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും ഒന്നായി. സ്വാഭാവികമായി മാത്യു ടി തോമസിനെതിരെ ഉന്നയിക്കുന്ന ആളിൻ്റെ സ്ഥിതി എന്താവും? സ്വാഭാവികം.